ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന പയറും റാഗിയും കൊണ്ടുള്ള ഒരു ദോശയാണ്. ഓക്കെ, സോ ഇറ്റ്സ് ലൈക്ക് എ ചെറുപയർ ആൻഡ് റാഗി ദോശ. സോ ദാറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചു, ചേച്ചി അന്ന് അങ്ങ് വെള്ളത്തിലിട്ടിട്ട് പോയതാണല്ലോ ഈ പയർ, പിന്നെ ചേച്ചിയുടെ ഒരു പൊടി പോലും കാണാനില്ലായിരുന്നു. സോ യെസ് ഗൈസ്, ഐ വാസ് ലിറ്റിൽ ബിസി വിത്ത് മൈ അതർ ചോർസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. തലേദിവസം തന്നെ തലേദിവസമല്ല കേട്ടോ, രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 2 hours മുന്നേ നമുക്ക് പയറും ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ എടുത്ത് വെള്ളത്തിലോട്ടിട്ടിട്ട് 2 hour അതിനെ അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക. അങ്ങോട്ട് മാറ്റി വെച്ചേരെ, ഇനി അങ്ങോട്ട് തിരിഞ്ഞ് നോക്കണ്ട. അത് കഴിഞ്ഞിട്ട് ഈ 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ പയറും ഉലുവയും കൂടെ നമ്മുടെ മിക്സറിലോട്ട് എടുത്തിടുക. ആ വെള്ളം തന്നെ യൂസ് ചെയ്താൽ മതി കേട്ടോ, വേറെ വെള്ളമൊന്നും യൂസ് ചെയ്യണ്ട. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന 3 ദോശയ്ക്കുള്ളൊരു ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. അപ്പം ഒരു 2 ടീസ്പൂൺസ് ഓഫ് റാഗി പൗഡർ എടുത്തു, ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ. പിന്നെ കുറച്ച് ജിഞ്ചർ എടുത്തു, പിന്നെ ഒരു 4-5 നമ്മുടെ കൊച്ചുള്ളി, പിന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ അരച്ചിങ്ങെടുക്കുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് വേണം അരയ്ക്കാൻ കേട്ടോ. അപ്പം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഈ ഒരു പർട്ടിക്കുലർ സീൻ ഞങ്ങളുടെ കിച്ചണിൽ വളരെ കോമൺ ആണ് ഗൈസ്. ഞാൻ എപ്പോഴെങ്കിലും ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ അപ്പനും മോനും കൂടെ കുറ്റിയും പറിച്ചിങ്ങ് പോന്നോളും. നോക്കൂ, അവരെന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. രണ്ടിനെയും തല്ലി ഓടിക്കേണ്ട സമയമായി യു ഗൈസ്. നമ്മുടെ റാഗി ബാറ്റർ റെഡിയായി വരുമ്പോൾ അതിനകത്തോട്ട് ഒരു പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നല്ല നൈസായിട്ട് ക്രിസ്പി ദോശ ചുട്ടെടുക്കാം. അറിയില്ല എൻ്റെ പൊന്നീനും അമ്മ ടെൻഷൻ എടുപ്പിക്കാം. പിന്നല്ല ഇതെന്നെങ്ങനാ? What is this? Dosha! Yummy yum! Yummy yum! കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതായതുകൊണ്ട് നമുക്ക് അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചുകൂടെ നല്ലതായിട്ട് ടേസ്റ്റ് എൻഹാൻസ് ആവും. അപ്പോൾ അതും കൂടെ ഒന്ന് പുരട്ടി നന്നായിട്ടൊന്ന് ചുട്ട് നമുക്ക് മറിച്ചിട്ട് നല്ല ക്രിസ്പി ദോശ നമുക്ക് ബേബീസിന് സെർവ് ചെയ്യാം. കുറവാ സംഘത്തിൽപ്പെട്ടവരല്ലേ? ആർക്കാ പോവാണോ ഇത്? അപ്പൊ അട്ടട്ടെ, ഇവിടെ അട്ടിക്കട്ടെ, ഇവിടെ അട്ടട്ടെ. അത് ഈയാ എല്ലാ പിള്ളേരും പോട്ടില്ല. അപ്പൊ അതിന്റെ അമ്മ വേണമെങ്കിൽ പോവാ, എന്നിട്ട് തിരിച്ചു പിന്നെ അടിക്കില്ലേ? ഞാനത് അമ്മ ഇട്ട് തരാം. ഇനി ദോശയുടെ കൂട്ടത്തിൽ നമുക്ക് പിള്ളേർക്കൊക്കെ പാകമായ നല്ലൊരു അടിപൊളി ചമ്മന്തിയും കൂടെ അരച്ചെടുക്കാം. അതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് തേങ്ങ എടുക്കുക, കുഞ്ഞുള്ളിയോ അല്ലെങ്കിൽ സബോളയോ നമുക്ക് ആഡ് ചെയ്യാം. ഒരു കുഞ്ഞ് പീസ് ഓഫ് ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. അത്രേ ഉള്ളൂ നമ്മുടെ ചമ്മന്തി. ഇതിനകത്ത് കടുക് വറുക്കുക. ഇത് നല്ല ക്രിസ്പി ദോശയുടെ കൂടെ ഷെയർ ചെയ്ത് പിള്ളേർക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും. എല്ലാവരുടെയും ഒരു പേടി ആ ചെറുപയറിൻ്റെ റാഗിയുടെ ഒക്കെ ആ കുത്തോ ടേസ്റ്റൊക്കെ വരുമോ എന്നുള്ളതാണ്. ഒരിക്കലുമില്ല, നല്ല അടിപൊളി ടേസ്റ്റാണ്, പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. See you, take care, bye bye.